ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പം ഹോം ടൂർ മാറിപ്പോയി ഗേയ്സ്. ഹോം ടൂർ അല്ല, റൂം ടൂർ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമാണ് ഗേയ്സ് കാണിക്കാൻ പോകുന്നത്. വീടിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ. മുൻഭാഗം കയറി വരുന്ന ഭാഗം ഇതാണ് കേട്ടോ. അങ്ങനെ നേരെ കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയക്കാണ് കേട്ടോ. ഇവിടെ ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ റൂമിലേക്ക് കയറി വരുമ്പം കാണുന്ന ചുമര്. ഈ ചുമര് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് വേറെ ആരുമല്ല, ഇക്ക തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുട്ടി വർക്കാണ് ചെയ്തത്. ജിപ്സം ബോർഡാണ് വെച്ചത്. മുകൾ ഭാഗത്തൊരു ജിപ്സം ബോർഡും താഴ്ഭാഗത്തൊരു ജിപ്സം ബോർഡും വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിരിക്കണം കേട്ടോ ഈ ഡിസൈന്. അതായത് സിൽവർ ആൻഡ് ഗോൾഡൻ ഡിസൈനാണ് ചെയ്തത്. ആദ്യം ഗോൾഡ് ഡിസൈന് മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പം സിൽവറും കൂടി അതിക്ക് ആഡാക്കി കൊടുത്തതാണ്. നല്ല ഒരു പുട്ടി വർക്കാണ് കേട്ടോ. ഇത് പുട്ടി വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇങ്ങനെ കാണുമ്പോൾ വാൾപേപ്പറാണ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് പുട്ടി വർക്കാണ്. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരു എ സി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പഴയ മോഡൽ ടൈപ്പ് എ സിയാണ് ഞങ്ങളെ റൂമിൽ ഫിറ്റ് ചെയ്തത്. അതിന് താഴെ തന്നെ ഫോണ് കാര്യങ്ങൾ വെക്കാൻ ഒരു ബോർഡും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ബോർഡും ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല, പഴയ ഒരു മേശൻ്റെ കഷ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് താഴെ ഞാൻ ഡ്രസ്സൊക്കെ വെക്കുന്ന പെട്ടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ബോക്സിലാണ് ഇട്ട് വെക്കൽ. പിന്നെ ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഫ്ലവർ ഉണ്ടായിന്. റൂം ചെറുതായതുകൊണ്ട് വലിപ്പം കുറവായതുകൊണ്ടും സൗകര്യമില്ലാത്തതുകൊണ്ടും ഒരു ഫ്ലവർ ഒഴിവാക്കിയതാണ്. പിന്നെ ഇതാ മക്കളെ ഞാനിതാക്കണ കട്ടിലും ബെഡൊക്കെ നടുവിലാണ് ഇട്ടത്. ചുമരിനോട് ചാരി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പച്ച ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിപൊളിയായി സെറ്റ് ചെയ്തിക്കണ്. ഞാൻ എല്ലാ ദിവസവും കഴിയുന്നത് നല്ല വൃത്തിയിൽ റൂം സെറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ റൂം ലിവിങ് ഏരിയ ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്താൽ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം ഫീൽ ചെയ്യും. നമ്മൾ ആകെ വലിച്ചു വാരി രാവിലെ നീച്ച് അതേപോലെ പോയേക്കാണെങ്കിൽ ആ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ റൂമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിക്കണമെങ്കിൽ അതൊരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ദാ വിൻഡോൻ്റെ മുകളിലായിട്ടാണ് ലൈറ്റ് കൊടുത്തത്. ഒരു ഫാൻ ടൈപ്പ് ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. 40 വാട്ടിൻ്റെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ റൂമിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും കേട്ടോ. ആ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഒരു ഫാൻ ടൈപ്പ് ലൈറ്റാണ്. പിന്നെ ഇതാ 2 വിൻഡോസാണ് റൂമിനുള്ളത്. പിന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളും ഇവിടെ ഇക്ക തന്നെ ഉണ്ടാക്കിയ ടേബിളാണ് കേട്ടോ. പിന്നെ ഇതാ അയിമൽ ലാപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ടേബിളാണ് ഇത്. ടേബിളിലാണ് ഞാൻ പിന്നെ ഒരു ഐ ലവ് യു എഴുതിയ ഒരു ചിഹ്നം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ ടൂർ പോയ സമയത്ത് വാങ്ങിയതാണ്. പിന്നെ പുസ്തകം കാര്യങ്ങളൊക്കെ ലാപ്പുമ്മ തന്നെയാണ് കേട്ടോ വക്കൽ. ആ സാധനം അതായത് ഫോൺ വെക്കണ ആ ബോർഡും ഇവിടെ ഇക്ക തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ടേബിൾ ഒരു മെറൂൺ ഷെയ്ഡ് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പൊടി പിടിച്ച് ചെറുതായിട്ട് പൊടി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ തട്ടിയാണ്ട് ഇതാക്കാണ്. നല്ലൊരു ഇതാണ് കേട്ടോ, കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഇതാണ്. ചുവപ്പ് റെഡിൽ നമുക്ക് ബെഡിലും വേണമെങ്കിൽ വെക്കാം. പിന്നെ കണ്ണാട കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ടേബിളിൽ തന്നെ വെക്കും കേട്ടോ, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗും കുറച്ച് പുസ്തകങ്ങളും ഇതൊക്കെ പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ടേബിളിൽ തന്നെ വെക്കും കേട്ടോ. പിന്നെ അവിടെ ഒരു ചെയർ ഇനിയും ഞാൻ പറഞ്ഞല്ലോ റൂം ചെറിയ റൂം ആയതുകൊണ്ട് സൗകര്യം കുറവായതുകൊണ്ട് ഞാൻ ചെയർ പുറത്തേക്ക് ഇട്ടിട്ട് സ്റ്റൂൾ കൊണ്ടുപോയി വെച്ചേക്കാണ്. പിന്നെ അതാ ഈ സൈഡിലേക്ക് അതായത് ഡോറിൻ്റെ ഭാഗത്താണ് അലമാര വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അലമാര തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് ചില്ല് വരുന്നുണ്ട്, കണ്ണാട. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യലിട്ടോ മക്കളെ. ഇവിടെ റൂമിൽ തന്നെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. വലിയ ലൈറ്റ് കൊടുത്തുകൊണ്ട് ചില്ലിലേക്കൊക്കെ നല്ല ലൈറ്റാണ്. പിന്നെ 3 ഡോറുള്ള അലമാരയാണ് സെറ്റ് ചെയ്തത്. നല്ല അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. പിന്നെ താഴ് ഭാഗത്തും
ഒരു ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഷൂ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ കൊണ്ടുപോയാണ്ട് സ്റ്റോർ ചെയ്യുക. അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അതിന് നമുക്ക് ഉപയോഗശൂന്യമായ കിടക്കുന്ന സ്ഥലം നമ്മളൊരു സ്റ്റോറേജ് ബോക്സ് പോലെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെ, അതായത് അലമാരൻ്റെ സൈഡിൽ തന്നെ 3 ചില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ചില്ല്, അതായത് നിങ്ങളെ അവിടേക്ക് എന്താണ് പറയാൻ അറിയില്ല, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലെന്നും നമ്മൾ പറയും. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ചില്ലുമ്മലാണ് വെക്കുക, അതായത് ഗ്ലാസ്സുമ്മലാണ് വെക്കൽ. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ അയച്ച് വെക്കാൻ, പുറത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ അയച്ച് വെക്കണമെങ്കിലൊക്കെ വേണ്ടിയിട്ട് ഒരു ഹാങ്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫാനാണ് റൂമിൽ സെറ്റ് ചെയ്തത്. ഒരു വാൾ ഫാനും ഒരു സീലിംഗ് ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ LED ലൈറ്റുകളും കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. LED ലൈറ്റുകൾ തന്നെ രാത്രി കൂടുതൽ റൂമിന് ഭംഗി കൂട്ടും. ചെറിയ 5 LED ബൾബുകളാണ് റൂമിൽ കൊടുത്തത്. അത് മഞ്ഞ ലൈറ്റിലാണ്, യെല്ലോ ലൈറ്റിലാണ് കൊടുത്തത്. ഇതാണ് കേട്ടോ അപ്പോൾ റൂമിൻ്റെ ഒരു വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട്